സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചോക്ലേറ്റ് ഫാക്ടറിയാണ് കാണിക്കുന്നത്. ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്ത കാര്യമായിട്ട് ആരും തന്നെ കാണൂല അല്ലേ. എനിവേ ഇത് നമ്മുടെ നാട്ടിലൊന്നും അല്ല കേട്ടോ. ഇത് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോയതാണ്, സ്വിറ്റ്സർലൻഡിൽ. അപ്പോൾ അവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് ഇപ്പോൾ ഞങ്ങൾ കയറിയേക്കണത്. ഇത് ആ ചോക്ലേറ്റ് ഒഴുകണത് കാണിക്കുന്നത് ഒറിജിനലാണോ എന്ന് എനിക്കറിയില്ല. ഇതൊരു 3 സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലാണ് ഇവരുടെ ആ എംബ്ലം കാണിച്ചേക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഏതാ ചോക്ലേറ്റ് ഫാക്ടറിന്ന്. ലിൻഡിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തരണം. നിങ്ങൾ പിള്ളേരെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മോൻ ട്രൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്തുനിന്ന് അതൊന്ന് തൊടാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ നമുക്ക് തെറ്റിച്ച് തൊടാനായിട്ട് പറ്റില്ല, അതിൻ്റെ അകത്ത് കയറാനും നമുക്ക് പറ്റില്ല. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാണ്. എവിടെ ചെന്നാലും നമുക്ക് ക്യൂ കാണാനായിട്ട് പറ്റും. കാരണം ഞങ്ങൾ ചെന്നത് അതിരാവിലെ ആണെങ്കിൽ പോലും അവിടെ ആൾക്കാർ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ക്യൂ ആയിട്ടുണ്ട്. ക്യൂവിൽ നിന്ന് ടിക്കറ്റെല്ലാം സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് ഇങ്ങനെ 2 പേര് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം വീഡിയോ ആണ് കേട്ടോ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ലാംഗ്വേജിലും ഒരുവിധപ്പെട്ട 2-3 ലാംഗ്വേജുകളിൽ അവരിത് എഴുതി വെക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ കൊക്കോയുടെ ആ മരമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ചോട്ടിക്കൂടെ ഇങ്ങനെ പാസ് ചെയ്യാണ്. ഇത് ഒറിജിനൽ അല്ല കേട്ടോ, ഇതെല്ലാം ഫോട്ടോസാണ്. പക്ഷേ കണ്ട ശരിക്കും ഒറിജിനൽ പോലെ തന്നെ തോന്നും. ഈ ലിൻ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൊക്കോ എല്ലാം അവിടെ തന്നെ ഉണ്ടാക്കണമെന്നാണ് പറയണത്. ഞാനിങ്ങനെ നിങ്ങളെ കാണിച്ചു തരണത് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വന്ന് കാണാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ പലപ്പോഴും എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പോയി ഞങ്ങൾ വന്ന് കണ്ട പോലെ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം, നിങ്ങളെ കാണുന്നതെല്ലാം അതുപോലെ പറഞ്ഞു തരണമെന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യണത് കേട്ടോ. ഇത് കൊക്കോയുടെ ഓരോ ഇതാണ്. കൊക്കോയിൽ ആ മരം ഇതായിട്ട് നിൽക്കണത്, അതായത് ആ കായ ഉണ്ടാവണത്, ആ കായ പഴുക്കണത്, അത് പറിക്കണത്, അത് പൊട്ടിക്കണത്, അത് ഡ്രൈ ചെയ്ത് ഉണക്കി അത് അരയ്ക്കണത് എല്ലാം ഇനിയും വരണുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കായ പറിച്ച് വെച്ചേക്കുന്നതാണ്, പഴുത്ത കായ. ഇത് പൊട്ടിച്ച് കഴിയുമ്പോഴാണ് അത് ഈ കൊട്ടയിലിരിക്കുന്ന പോലെ വെളുത്തിട്ട് ഒരു സീഡും ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടുള്ളൊരു സംഭവം കൂടി കിട്ടും. അത് നല്ലപോലെ ഹീറ്റ് ചെയ്ത് ഉണക്കി നല്ലപോലെ റോസ്റ്റ് ചെയ്ത അവസ്ഥയിൽ വന്നിട്ട് പിന്നെ അത് പൊടിച്ചെടുക്കും. എന്നിട്ടാണ് ഈ ചോക്ലേറ്റിന് വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കുന്നത്. കൊക്കോക്കായ ഉണക്കി എടുക്കണം അവിടെ വരെ ഞാൻ പറഞ്ഞില്ലേ. ഇനിയും നമ്മളുടെ അമ്മിയും കല്ലും എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ് ഇത്. ആ കല്ലും ആ അമ്മി തന്നെയാണ്. അപ്പോൾ അവരത് നമ്മളെ കാണിച്ചു തരണതാണ് ഇതെങ്ങനെ പണ്ട് കാലത്ത് ചെയ്തിരുന്നതെന്ന്. ഇങ്ങനെ ഉണക്കിയെടുത്ത കൊക്കോയുടെ കായകൾ ഇതുപോലെ ഈ അമ്മിയിൽ അരച്ച് ഇങ്ങനെയാണ് എടുത്തിരുന്നതെന്നാണ് കാണിക്കുന്നത്. ഇന്നെല്ലാം ലേറ്റസ്റ്റ് മെഷീനറീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഈ കൊക്കോയുടെ മരം കാണാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കൊക്കോ പഴുക്കുമ്പോൾ ഇത് കണ്ടോ, തോട്ടി ഉപയോഗിച്ചിട്ട് ആൾക്കാരത് പറിക്കും. പിന്നീട് പഴുത്ത കായ്കളെല്ലാം പൊട്ടിക്കുമെന്നും അത് ഓപ്പൺ ചെയ്യണതും ഒക്കെ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. ഇനി ഈ ചോക്ലേറ്റിൽ മെയിൻ വേറെ ചേർക്കുന്ന ഒരു സംഭവമാണ് പശുവിൻ്റെ പാല്. അതും വളരെ പ്യുവറായിട്ടുള്ള പശുവിൻ്റെ പാൽ ഇവിടെ കിട്ടും. അത് ഞാൻ ഇനിയുള്ള വീഡിയോകളിൽ അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം നമ്മളെ അവർ കാണിച്ചു തരുന്നത് 1900-ൽ ഇതെങ്ങനെ ഇരുന്നു, ഇതിൻ്റെ പാക്ക് എങ്ങനെയായിരുന്നു, ഇതെല്ലാം കൈകൊണ്ടാണ് അന്ന് ചെയ്ത് വെച്ചിരുന്നത്. അതുപോലെ ഓരോ കാലഘട്ടങ്ങളും അവർ കാണിക്കുന്നുണ്ട്. 1950 തുടങ്ങി ഇങ്ങനെ ഇന്നത്തെ കാലം, ലേറ്റസ്റ്റ് ഉള്ള കാലം വരെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് അവർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ലിൻഡിൻ്റെ ചോക്ലേറ്റ് പുറത്ത് മേടിക്കുമ്പോൾ ഏത് കവറിലാണ് കിട്ടണേ ആ കവറാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കാലങ്ങൾ കഴിയുന്തോറും അവർക്ക് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അവർ മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വീണ്ടും കാര്യങ്ങൾ കാണാം. ചോക്ലേറ്റ് ഉണ്ടാക്കണതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻസൊക്കെ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ കടക്കാൻ പോണത്. ഇനിയിപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളും കൂടി കൂടിയിട്ട് ജോയിൻ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 3 ടൈപ്പിലുള്ള ചോക്ലേറ്റ് കണ്ടോ, ഒഴുകി വരണമുണ്ടോ. ഇത് ഒറിജിനൽ സാധനമാണ്, പ്യുവറാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അതിനുള്ള സ്പൂണുകൾ, ടിഷ്യൂ പേപ്പർ, എല്ലാ കാര്യങ്ങളും ഇവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിടാനുള്ള കച്ചട എല്ലാം നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എത്ര വേണമെങ്കിലും ഈ സ്പൂണിൽ നമുക്ക് എത്ര സ്പൂൺ വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഇത് കണ്ടോ, ഓരോരുത്തരൊക്കെ കഴിക്കണമുണ്ടോ, നിങ്ങളൊക്കെ കഴിച്ചോട്ടോ എടുത്ത്. ഇതെടുത്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കലേ നടക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ലപോലെ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ലപോലെ തന്നെ കഴിക്കുന്നുണ്ട്. ചോക്ലേറ്റ് കഴിച്ചാൽ എല്ലാവർക്കും തന്നെ മതിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും, നമ്മൾ മാത്രമല്ല വരണം എല്ലാവരും. കാരണം അവർക്കിപ്പോൾ നമ്മൾ എത്ര എടുത്താലും അവർക്ക് വലുതെന്നല്ല, അവർക്കൊരു നഷ്ടമില്ല. കാരണം അതുപോലെ എൻട്രൻസ് ഫീ നമ്മുടെ ഇത് മേടിക്കുന്നുണ്ട് അവർ.
ഞങ്ങൾ വീട്ടിലെ പിള്ളേർക്ക് ചോക്ലേറ്റോ അങ്ങനെ മധുരമുള്ള സാധനങ്ങളൊന്നും തന്നെ കൊടുക്കാറില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫുൾ ഫ്രീഡം കൊടുത്തു. അപ്പോൾ അവരത് നല്ലപോലെ എൻജോയ് ചെയ്യാനുണ്ട്. ഈ ചോക്ലേറ്റ് ഫാക്ടറികളിലൊക്കെ എപ്പോഴും തിരക്ക് തന്നെയാണ്. അപ്പോൾ എനിക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കണുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ നിങ്ങളിങ്ങനെ ഞാൻ ഓർമ്മിപ്പിച്ചിരിക്കട്ടെ. കാരണം ഇതിന് വരാൻ പറ്റും, പൈസ ചിലവാക്കിയിട്ട് പോരാൻ പറ്റും. നിങ്ങൾക്ക് സാഹചര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇത് നല്ലൊരു സ്ഥലമാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നത് കാണണം. ചോക്ലേറ്റിൻ്റെ തീറ്റ ഇപ്പോഴും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ മാറി മാറി ഓരോന്നിൻ്റെയും ചോട്ടിൽ ചെന്ന് നിന്നിട്ട് ഒരേ ഫ്ലേവറും ഏതാ നല്ലതെന്ന് ടെസ്റ്റ് ചെയ്ത് ഒക്കെ കഴിക്കുകയാണ്. ഞാൻ 3 ചോക്ലേറ്റും സെപ്പറേറ്റ് കഴിച്ചു നോക്കി. അത് കൂടാതെ കൊണ്ട് പിന്നെ സെക്കൻഡ് ട്രിപ്പിൽ 3 കൂടിയും ഒന്നിച്ചെടുത്തിട്ട് കഴിച്ചു നോക്കി. എല്ലാം ബെസ്റ്റ്, എല്ലാം നല്ലത് തന്നെ. ഇതാണ് ആദ്യം അവർ നമുക്ക് വെച്ചേക്കണ ചോക്ലേറ്റ്. ഇത് കഴിഞ്ഞിട്ടും നമുക്ക് വേറെ ചോക്ലേറ്റുകൾ അവർ വെക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ഏതാണ്ട് നമുക്കൊന്ന് തീർക്കാം. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. ഇതും ചോക്ലേറ്റ് തന്നെയാണ്. ഇപ്പോൾ ഈ മെഷീൻ കണ്ടോ, ഈ മെഷീനിൽ ഇപ്പോൾ റെഡ് കളറാണ്. ഇനി അത് ഗ്രീൻ കളറാകുമ്പോൾ നമ്മൾ കൈ വയ്ക്കണം. കാരണം നമ്മുടെ കൈ അവിടെ വയ്ക്കുമ്പോൾ അത് സെൻസർ ചെയ്യും. അങ്ങനെയാണ് ചോക്ലേറ്റ് നമ്മുടെ കയ്യിലേക്ക് വന്ന് വീഴുന്നത്. ഇപ്പോൾ കണ്ടോ, ചോക്ലേറ്റ് നമ്മുടെ കയ്യിലേക്ക് വന്ന് വീഴും. ഈ ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ നിങ്ങൾ നോക്കിയേ, ഒരു സൈഡിൽ 4 മെഷീനും അടുത്ത സൈഡിൽ 4 മെഷീനുമാണ് വെച്ചേക്കുന്നത്. ഈ 4 എണ്ണത്തിൻ്റെ അകത്തും വരണത് ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ചോക്ലേറ്റുകളാണ്. ഇതിപ്പോൾ ഈ കാണിക്കുന്നുണ്ട്, ഡിസ്പ്ലേ ചെയ്തേക്കണുണ്ടോ, ഒരേ ടൈപ്പിലുള്ള ഈ ഫ്ലേവറുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ സൈഡിൽ വെച്ചേക്കണ മെഷീനുകൾ വരുന്നത്. കോക്കനട്ടുണ്ട്, നട്ട്സുണ്ട്, പിന്നെ അതുപോലെ തന്നെ ജിഞ്ചറുണ്ട്, ലെമണുണ്ട്, ഓറഞ്ചുണ്ട്, അങ്ങനെ പല ഫ്ലേവറുകൾ ചേർന്നിട്ടാണ് ഒരു സൈഡ് വരുന്നത്. ഇവിടെ ഈ ചോക്ലേറ്റ് എടുക്കാൻ പലർക്കും കൺഫ്യൂഷനാണ്. കാരണം ഇത് എപ്പോൾ കൈ വെക്കണം, എങ്ങനെ വെച്ചാലോ ഇത് സെൻസർ ചെയ്യണേ. അപ്പോൾ അവർ നോക്കി നിന്നിട്ട് ബാക്കിയുള്ളവർ ചെയ്യണ അനുസരിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചോക്ലേറ്റുകൾ എടുക്കും. മറ്റേ ലിക്വിഡ് ചോക്ലേറ്റ് തിന്നണ അത്രയും നമുക്ക് മടുപ്പ് തോന്നില്ല. ഇതിൽ വേറെ ഫ്ലേവറുകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് കൂടുതൽ കഴിക്കാനായിട്ട് തോന്നും. ഇവിടുത്തെ ചോക്ലേറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊക്കോ മിൽക്ക് വിത്ത് ഓറഞ്ചാണ്. നല്ലൊരു ടേസ്റ്റ് അതിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ അടുത്ത 3ാമത്തെ സെക്ഷനിലേക്ക് കിടക്കാനുണ്ടോ. അവിടെയാണ് നമ്മൾ മേടിക്കുന്ന ലിൻഡറിൻ്റെ ചോക്ലേറ്റ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ വലിയ ചോക്ലേറ്റ് വെച്ചൊക്കെ അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ട്രേകളിൽ ഇത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് കിടക്കുകയാണ്. അവിടെ പക്ഷേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവരവിടെ ഉണ്ടാക്കുന്ന എല്ലാ ചോക്ലേറ്റ്സുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വലിയ ബോക്സിലായിട്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലത്തെ വലിയ ബോക്സാണ്. അതുപോലത്തെ ബോക്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഏതിൻ്റെയൊക്കെ ഫ്ലേവറാണെന്നും എന്താണെന്നും ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ചേർന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. അത് തന്നെയല്ല, സൂപ്പർവൈസ് ചെയ്യാനായിട്ട് അവിടെ 2-3 പേര് ഉണ്ട് താനും. ഈ ചോക്ലേറ്റ്സിൽ നിന്നെല്ലാം നമുക്ക് ഓരോന്നെടുക്കാം. അതായത് ഓരോ മെമ്പേഴ്സിനും ഓരോന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാ ചോക്ലേറ്റിൽ നിന്നും എടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം സെയിൽ, അതായത് പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ താഴെ ഇവരുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്നും നമ്മളെടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ചോക്ലേറ്റാണ് കൂടുതൽ ഇഷ്ടം അതിനനുസരിച്ചിട്ട് അത് മേടിക്കാൻ പറ്റും. ചില ചോക്ലേറ്റ് തിന്ന് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, ചിലത് തിന്നുമ്പോൾ നല്ലപോലെ ഇഷ്ടപ്പെടും. പിന്നെ ലിൻഡിൻ്റെ ചോക്ലേറ്റിന് അങ്ങനെ പ്രത്യേകതകളൊന്നും തന്നെയല്ല. എല്ലാം ടേസ്റ്റ് ചെയ്താലും എല്ലാത്തിനും ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്. എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിൽക്ക് ചോക്ലേറ്റാണ്. മിൽക്ക് വിത്ത് സ്ട്രോബെറി, മിൽക്ക് വിത്ത് ഓറഞ്ച്, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുകൂടാണ്ട് മിൽക്കിൻ്റെ മാത്രമായിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ട്, ലിക്കറുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും പിള്ളേർക്ക് നമുക്ക് ഒക്കെ ഈ ബോക്സുകളിൽ നിന്നെല്ലാം ഓരോന്ന് വെച്ചിട്ട് എടുക്കാം. ഈ ചോക്ലേറ്റ്സ് നമുക്ക് എടുക്കാം, നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിന്നേച്ചാൽ മതി, അതിന് കുഴപ്പമില്ല. ഇവിടെ ഞങ്ങൾക്ക് പിന്നെ മോന് ചെറിയൊരു ബാഗുള്ളതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ചോക്ലേറ്റ് ഞങ്ങൾ അവൻ്റെ ബാഗിൽ സൂക്ഷിക്കുമായിരുന്നു. പിന്നീട് ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളത് എല്ലാം യൂസ് ചെയ്യും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കി ഇത് സെറ്റ് ചെയ്ത് പറഞ്ഞതെന്നുള്ളതാണ്. ഇത് ആ കാണുന്ന റെഡില്ല, അത് മുഴുവൻ ട്രേകളാണ്. ആ ട്രേ അങ്ങനെ ഇരിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വേറെ ഇതിനെ സൂപ്പർവൈസ് ചെയ്യാനോ ബാക്കി ഒന്നിനോ ആരും തന്നെ അവിടെ കാണില്ല. എല്ലാം മെഷീൻ വർക്കുകളാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഈ കണ്ടുവച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ പുറത്ത് നിൽക്കുന്നതിൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ അകത്ത് ആൾക്കാരുണ്ടെന്ന് നമുക്ക് തോന്നണത് അതുകൊണ്ടാണ്. ഇത് ചോക്ലേറ്റിൻ്റെ ഓരോരോ ട്രേകൾ വന്നിട്ട് ഇതുണ്ട്. ഇതിപ്പോൾ ഈ കാണിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ആ ട്രേയുടെ അകത്തേക്ക് ഓരോ ബോക്സിൻ്റെ അകത്തേക്കും
അവർ സെറ്റ് ചെയ്യണതാണ്. അതിനുശേഷം അതിനെ പിന്നെ കൂൾ ചെയ്യാനായിട്ട് വിടും. കൂൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പാക്കിംഗ് ആണ്. അപ്പോൾ നമുക്കൊക്കെ കിട്ടുന്ന ചോക്ലേറ്റ് അവസാനം നമുക്ക് എങ്ങനെ കിട്ടണമെന്നുള്ളത് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് അവർ കാണിക്കുന്നുണ്ട്. വളരെ ഹൈജീനിക്കായിട്ടാണ് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ ചെയ്യണത് കേട്ടോ. നേരത്തെ നമ്മൾ കണ്ടില്ലേ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സുകൾ നമ്മൾ കണ്ടില്ലേ, അത് 3 സെക്ഷനായിട്ട് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് 1, നോർമൽ ചോക്ലേറ്റ് 1, വൈറ്റ് ചോക്ലേറ്റ് 1, അങ്ങനെ സെപ്പറേറ്റ് ആണ് ഇതിൻ്റെ ഇവരുടെ ഈ പ്രോസസ്സ് നടക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇതും ഇപ്പോൾ ഈ കാണിക്കുന്നത് വിസിറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ചോക്ലേറ്റ് ഒരു പുള്ളിക്കാരത്തി കൊടുക്കും, മറ്റേ പുള്ളിക്കാരത്തി അതൊരു ബോക്സിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അത് ഒരു ബോൾ പോലെയാണ്, അത് ഉരുട്ടിയിട്ട് ഇതിങ്ങനെ ഒരു റെയിൽ പോലെ തന്നെയാണ്. അപ്പോൾ ആ റെയിൽ വഴി അതിങ്ങനെ പാസ് ചെയ്ത് പല വഴികളിലൂടെ സഞ്ചരിച്ച് ഇങ്ങനെ പല സ്ഥലത്തേക്കിടെ വന്ന് പോയി കണ്ടോ. അവസാനം ഇത് ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ ഇത് അടുത്ത ഇതിലേക്ക് വരാൻ ഒരു ഇതിലേക്ക് ചെന്ന് വീഴും. അപ്പോൾ അത് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഒരെണ്ണം ഒരു ടിക്കറ്റിന് ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ചോക്ലേറ്റിൻ്റേതായിട്ടുള്ള അത് നമ്മൾ കഴിച്ചു, കണ്ടു. അപ്പോൾ ഏതാണ്ട് ഒരു ലെവലായി. ഇനി നമ്മൾ താഴേക്ക് പോവാണ്. താഴെ ലെവലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ ചെന്നിട്ടാണ് എല്ലാവരും സാധനങ്ങൾ മേടിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് ലിൻഡിൻ്റെ എല്ലാ വെറൈറ്റിയും ചോക്ലേറ്റുകൾ അവിടെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഇങ്ങനത്തെ ഓരോ ചോക്ലേറ്റ് തന്നിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് അവർ തന്നെ ചോക്ലേറ്റ് മേടിക്കാൻ പറ്റുള്ളൂ, അത് ഫ്രീ ആണ്. പിന്നെ നേരത്തെ നമുക്ക് മുകളിൽ തന്നിട്ടുണ്ടല്ലോ എല്ലാ ഫ്ലേവറിൻ്റെയും സാധനങ്ങൾ. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ മേടിക്കാം. ഇപ്പോൾ ഞാൻ മൊത്തം ഇങ്ങനെ ഒന്ന് ചിറ്റി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. വില എന്ന് പറഞ്ഞാൽ ഒട്ടും കുറവില്ല, നല്ല വില തന്നെയാണ് ചോക്ലേറ്റുകൾക്ക്. അങ്ങനെ കുറവ് അവരുടെ കമ്പനിയാണ് ലിൻഡൻ്റെ ചോക്ലേറ്റ് ഫാക്ടറി ആണെന്ന് ഓർത്തേച്ചും ചോക്ലേറ്റ് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടില്ല, വില കുറവിനും കിട്ടില്ല. പുറത്ത് എന്ത് വിലയാണോ ആ സെയിം വില തന്നെയാണ് ഈ ഷോപ്പിൻ്റെ അകത്തും, അതായത് ഇവരുടെ ഫാക്ടറിയുടെ അകത്തും സെയിം വില തന്നെയാണ്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ പുറത്തൊരു കടയിൽ പോയി നമ്മൾ മേടിച്ചാലും ഈ സെയിം വിലയാണ് അവിടെ കാണുന്നത്. പൊതുവേ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്വിറ്റ്സർലൻഡിൽ ഏത് സാധനത്തിനും അതായത് നമുക്കവിടെ ജീവിക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഏത് സാധനത്തിനും നമ്മൾ പൈസ കൊടുക്കണം. ഈവൻ നമുക്കൊരു ബെഞ്ചിലിരിക്കണമെങ്കിൽ പോലും മണിക്കൂറുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ഫൈൻ അടിക്കേണ്ടി വരും. പിന്നെ നമ്മൾ മുകളിൽ കാണാത്ത ഒരുപാട് ടൈപ്പ് ചോക്ലേറ്റുകൾ താഴെയുണ്ട് കേട്ടോ. നട്ട്സ് വെച്ചിട്ട് ഇങ്ങനെ ചിക്കി പോലെ പരത്തിയിട്ടുള്ളൊരു ചോക്ലേറ്റ്, അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി വെറൈറ്റി ചോക്ലേറ്റുകൾ ഇവിടെ ഉണ്ട്. അതൊന്നും നമുക്ക് മുകളിൽ നമുക്കിതുപോലെ ടേസ്റ്റ് ചെയ്യാനും തന്നിട്ടില്ല അവർ. അതുപോലെ തന്നെ മുകളിൽ നമ്മളിതൊട്ട് കണ്ടുമില്ല, അത് ഡിസ്പ്ലേക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അവർക്ക് അത് മുതലാവില്ലായിരിക്കും. ഇങ്ങനെയുള്ള ചോക്ലേറ്റുകളാണ് നമുക്ക് മുകളിൽ തന്നത്. അപ്പോൾ അതിഷ്ടം പോലെ കൂട്ടിയിട്ടിട്ടുണ്ട്, ആവശ്യക്കാർക്കെല്ലാം മേടിക്കാം. ഞാനൊന്നും കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ ഒന്ന് ചുറ്റി നടന്നിങ്ങനെ മൊത്തത്തിൽ ഞാനൊന്ന് കാണിക്കാം. എല്ലാ ഫ്ലേവറുകളും ഉണ്ട്, എല്ലാ ഫ്ലേവറും വേണ്ടവരെല്ലാം മേടിച്ചോ കേട്ടോ. ഞാൻ കാണിച്ചു തരണുണ്ട്, ഇനി കാണിച്ചു തന്നില്ല എന്ന് പറയരുത്. ആവശ്യമുള്ളവരൊക്കെ മേടിച്ചോളണം. ഇങ്ങനെ കണ്ണും മനസ്സും നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഈ ചോക്ലേറ്റ് ഫാക്ടറിയിലുള്ളത്. അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പോകാനായിട്ട് ദൈവം ഒരു അവസരം തന്നു. അതിന് ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയണു. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ട്, അസുഖങ്ങളൊന്നും ഇല്ലാതെ കൊണ്ട് ഞങ്ങൾ തിരിച്ച് ലാൻഡ് ചെയ്തു. ബാക്കിയുള്ള കാഴ്ചകളെല്ലാം തീർച്ചയായിട്ടും ഞാൻ കണ്ട അത്രയും കാഴ്ചകൾ എന്നെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ പരമാവധി അനുസരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ട് തരാം കേട്ടോ. ഇപ്പം ഞാൻ ആദ്യം ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഇട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പോയ സ്ഥലമായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കണു. എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പറ്റാവുന്ന അത്രയും പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ എൻ്റെ താങ്ക്സ് പറയണു. പിന്നെ വേറെ എന്താ, പ്രോത്സാഹനം വേണം കേട്ടോ. അപ്പോൾ വരും വീഡിയോകളിൽ സ്വിറ്റ്സർലൻഡിൻ്റെ, ഇപ്പം ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ സ്വിറ്റ്സർലൻഡ് വിസിറ്റ് ചെയ്യണത്. ആദ്യം ഞങ്ങൾ പോയത് മഞ്ഞുള്ള സമയത്തായിരുന്നു. അത് വേറൊരു ഫേസാണ് സ്വിറ്റ്സർലൻഡിൻ്റെ, ഇത് വേറൊരു ഫേസാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ വന്ന വഴി തന്നെയാണ് ഇപ്പോൾ തിരിച്ചു പോണത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് സ്വിറ്റ്സർലൻഡിൻ്റെ വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോകളൊന്നും ഇടണില്ല. അങ്ങനെയല്ല, നിങ്ങൾക്ക് ബോറടിക്കണില്ല, കാണണമെന്ന് താല്പര്യം പറഞ്ഞേക്കണ പലരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ഇടാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.